ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനോട് സിപിഐഎം വിശദീകരണം തേടും. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യത. ഇ.പിയുടെ മറുപടിക്ക് ശേഷമാകും തുടർ നടപടികൾ. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ രാജ്, എന്തായാലും ഈ കാര്യത്തിൽ ഇ.പിയുടെ ഒരു മറുപടി ആണ് പ്രതീക്ഷിക്കുന്നത്. ഇ.പി എന്താകും ഇതിൽ മറുപടി പറയുക എന്നുള്ളത്, അതിലാണ് വിശദീകരണം സിപിഐഎം തേടാനിരിക്കുന്നതും. വിവരങ്ങൾ നൽകാം. ഈ വിവാദങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇ.പി. ജയരാജൻ താൻ അറിഞ്ഞിട്ടല്ല ഇത്തരത്തിൽ വിവാദം ഉണ്ടായിട്ടുള്ളത്. താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഈ പുസ്തകത്തിലൂടെ പുറത്തു വന്നതെന്ന് വിശദീകരിക്കുമ്പോൾ കൂടി ചില കാര്യങ്ങളിൽ ഇ.പിക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറെക്കുറെയുള്ള ഉള്ളടക്കങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. അതിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഇ.പിയുടെ ബാല്യകാലം തൊട്ടുള്ള വിവരങ്ങളുണ്ട്. അദ്ദേഹം ശേഖരിച്ചു വെച്ച പുസ്തകങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്. അതിന്റെ അടിസ്ഥാനം ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ആത്മകഥ എഴുതുന്ന കാര്യത്തിലേക്ക് ഇ.പി കടന്നിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാവുകയും അത് സംസ്ഥാന സർക്കാരിനെയും സിപിഎമ്മിനെയും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം സിപിഎമ്മിനെയും പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ ഇ.പി പറഞ്ഞിട്ടുള്ളത് താനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തെ പൂർണ്ണമായി മുഖവിലക്കെടുക്കാൻ സിപിഎമ്മിന് ഈ ഘട്ടത്തിൽ കഴിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇക്കാര്യത്തിൽ ഇ.പി ജയരാജനോട് വിശദീകരണം തേടാൻ സിപിഎം തീരുമാനിച്ചിട്ടുള്ളത്. നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ വിഷയം നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും. സാധാരണ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ഇതുവരെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് സിപിഎമ്മിനെ, പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി പങ്കെടുക്കുമെന്നാണ് വിവരം. ഈ വിഷയത്തിൽ ഇ.പി എന്ത് വിശദീകരണം നൽകും, അത് പാർട്ടി എങ്ങനെ മുഖവിലക്കെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു പരിശോധന സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ എങ്ങനെ ഈ വിവാദം ഉണ്ടായി